ഒരു പരിചയമുട്ട് കളി കാണാം. പരിചയമുട്ട് കളി ഇപ്പോൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പെർഫോം ചെയ്ത ശേഷം ഇപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് മലപ്പുറം IDL എടശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അവരുടെ പെർഫോമൻസിലേക്ക് പോകാം. അതിനു ഒരു കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് അറിയിക്കേണ്ടത്, അതായത് ഈ ടീമിൽ മിമിക്രിയിൽ കഴിഞ്ഞ 3 വർഷം അല്ലേ പെർഫോം ചെയ്ത് സമ്മാനം വാങ്ങിയ അബാനുണ്ട്. യെസ്, അപ്പോൾ ആ അബാനെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് ഈ പെർഫോമൻസിലേക്ക് പോവാം. അബാൻ കഴിഞ്ഞ 3 വർഷം മിമിക്രിയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചോ? അതെ, സ്റ്റേറ്റ് ഒന്നാം സ്ഥാനമായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ ഒന്നാം സ്ഥാനമായിരുന്നു 3 വർഷമായിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് പെർഫോം ചെയ്തത്? മിമിക്രിയിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, പിണറായി വിജയൻ, പുതിയ നടന്മാരുടെ നെസ്ലിൻ, ഷൈൻ ടോം ചാക്കോ, കാന്താര സിനിമയിലെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എത്ര വർഷം ഇത് പഠിക്കുന്നു? ഇത് എൻ്റെ ഉപ്പ മിമിക്രി ആർട്ടിസ്റ്റാണ്, കലാഭവൻ അഷ്റഫാണ്. തുടർച്ചയായി ഞങ്ങൾ 8 വർഷമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ വരുന്നത്. എൻ്റെ താത്ത തുടർച്ചയായിട്ട് 5 വർഷം വിന്നറായിരുന്നു ഇതേപോലെ തന്നെ കലോത്സവത്തിൽ. അപ്പോൾ ഒരു ചെറിയൊരു പെർഫോമൻസ് ആവാം, എന്നിട്ട് ഇതിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഞാൻ നമ്മുടെ യുവതാരമായ നെസ്ലിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് എല്ലാവരെയും കരയിപ്പിച്ചേ ഞാൻ കയ്യൂക്കൊണ്ടല്ല നാവിൻ്റെ ബലത്തിൽ. എന്ത് പണ്ടാരൂണവൻ ഒരുമാതിരി ജാടും കണ്ടപ്പോ തന്നെ ഒടുക്കത്തെ പഞ്ചിടേലോകും. ഓക്കെ, ബാക്കി പെർഫോമൻസ് നമുക്ക് പിന്നീടാവാം. ഇതൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് എന്തായാലും വേദിയിൽ കാണിക്കാം. എന്തായാലും പരിചയമുട്ട കളിയിലേക്ക് പോകാം. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ ഈ പരമ്പരാഗത കലകൾക്കും വേണ്ട പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതാണ്. പെർഫോമൻസ് ചെയ്യാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. യെസ്, അതിലേക്ക് പോകാം. ആടിയോ പിടിയോ ചെറുപിള്ളർ കളിയോ, ആടിയോ പിടിയോ ചെറുപിള്ളർ കളിയോ, പാർത്താനടിയോ കലമാൻ ചിമിടോ, പാർത്താനടിയോ കലമാൻ ചിമിടോ. തമരയിൽ വന്നിരുന്നൊരു വണ്ടു മുറുകുന്നേ, തമരയിൽ വന്നിരുന്നൊരു വണ്ട് മുറുകുന്നേ. വണ്ടുമല്ല തുമ്പിയുമല്ല തെക്കേരുടയാന, വണ്ടുമല്ല തുമ്പിയുമെല്ലാം തെക്കേരുടയാന. തെക്കേരുടെ ആന അങ്ങനെ തിന്നുമതിച്ച് നടക്കുന്നേ, തെക്കേരുടെ ആന അങ്ങനെ തിന്നുമതിച്ച് നടക്കുന്നേ. ഐഡിയൽ കടകശ്ശേരി HSS അവരുടെ പെർഫോമൻസ് ആണ് കണ്ടത്. പരിചയമുട്ടുകൾ. ആരാണ് നിങ്ങളുടെ ടീച്ചർ, ആരാണ് നിങ്ങളുടെ ഗുരു? സുനിലാശാനാണ് ഞങ്ങളെ ട്രെയിനർ. അതുപോലെ ഞങ്ങൾ തുടർച്ചയായി 14 വർഷമായി സ്റ്റേറ്റ് A ഗ്രേഡ് മേടിക്കണം. പ്രാവശ്യം അത് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ ഈ കളി പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടാണോ? ഇതിന് മെയിനായിട്ട് മെയ് വഴക്കം വേണം, സ്റ്റാമിന, ഇതൊക്കെ അത്യാവശ്യമാണ്. ഒരു 9-9.5 മിനിറ്റാണ് കളി വരിക. ഇതൊക്കെ തന്നെ. നിങ്ങളുടെ നാട്ടിലെ വേദികളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തവനൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളെ സ്കൂൾ ആനുവൽ ഡേയ്സ് അങ്ങനെ ഇതിലെ പരിപാടിയിലൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഞങ്ങളിൽ കുറച്ച് ആൾക്കാർ 4 വർഷമായി ഇതിപ്പോൾ കളിക്കുന്നത്. ഈ ടീമിലേക്ക് പുതിയ കുട്ടികൾ വരുന്നുണ്ടോ? അവർക്ക് താല്പര്യമുണ്ടോ? ഞങ്ങളിപ്പോൾ ഐഡിയയിൽ നിന്നിപ്പോൾ ഒരു 13 വർഷമായി പോകണം. അപ്പോൾ അവർക്ക് എല്ലാ കുട്ടികളും കാണുന്നതാണ്, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. പക്ഷേ ഇതിലിപ്പോൾ 8 ആളെ കളിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഭയങ്കര പ്രയാസമാണ് ഇതിൽ സെലക്ട് ചെയ്യാൻ. കാരണം എല്ലാ കുട്ടികളും വരും. ഇങ്ങനെ ഇത് അത്ര ഇഷ്ടമാണ് ഞങ്ങളെ സ്കൂളിൽ. ഇവന് പുതിയതാണ്, ഈ വർഷം തുടങ്ങിയതാണ്, അടുത്ത കൊല്ലം ഉണ്ടാവും. എന്ത് തോന്നുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സ്റ്റാമിന ഒക്കെ ആണ് ഇത് കളിക്കാൻ. ഓക്കെ, താല്പര്യത്തോടു കൂടി തന്നെ വന്നു. താല്പര്യത്തോടെ കുറേ കുട്ടികളുണ്ടായിരുന്നു സെലക്ഷൻ ചെയ്യാം. എനിക്ക് സെലക്ഷൻ കിട്ടി. നല്ല പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരും അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇവിടെ പെർഫോമൻസ് ചെയ്ത കടകശ്ശേരി IDL HSSലെ കുട്ടികൾക്ക് ഒരു ഉപഹാരമുണ്ട്. അതായത് കളിച്ച് അല്ലേ വേർത്ത് വീട്ടിൽ പോയി നന്നായിട്ട് തേച്ചു കുളിക്കാൻ 4 സോപ്പ് ഉൾപ്പെടെയുള്ള ഒരു കിറ്റാണ് തരുന്നത്. ആയുർ മിക്സിൻ്റെ ആണ് ഈ കിറ്റ്. അത് ഞങ്ങളുടെ ജനറൽ മാനേജർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. മാർക്കറ്റിംഗ്. അപ്പോൾ എന്തായാലും സമ്മാനം കിട്ടട്ടെ കേട്ടോ. യെസ്, ഉപഹാരങ്ങൾ തീരുന്നില്ല കേട്ടോ.
പറയാണ്ട് ഞങ്ങളെ മാനേജ്മെൻറ്റ്, ഐഡിയൽ മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് ഇവരൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കൊല്ലം ഇതിനു വേണ്ടി വരുന്നത്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പോൾ ഓക്കെ യെസ്, ഗുരുക്കന്മാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കേട്ടോ. വളരെയധികം നന്ദി. എന്തായാലും ആ ഗുരുവന്ദനം അതും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. യെസ്, ഉപഹാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ മറ്റേ പവലിയന് മുന്നിൽ പോയി പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉപഹാരങ്ങൾ തരാറുണ്ടോ? ആദ്യമായിട്ടാണ് ഉപഹാരം കിട്ടുന്നതെന്ന്. അപ്പോൾ ഈ പെർഫോമൻസ് വെറുതെ അല്ല എന്ന് മനസ്സിലായല്ലോ. അതിന് ജനൻ ടി വിനോട് ഒരു നന്ദി അറിയിക്കുകയാണ്. യെസ്, ഉപഹാരങ്ങൾ കടന്നു വരട്ടെ. അപ്പോൾ ഉപഹാരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ജനൻ ടി വിയോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ആദ്യമായിട്ടാണ് ഒരു പവലിയനിൽ നിന്ന് ഉപഹാരങ്ങൾ നൽകുന്നത്. യെസ്, അപ്പോൾ ആ സന്തോഷം ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ജോച്ചെ വന്നിട്ടുണ്ട്. മിസ്റ്റർ ജോച്ചെ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഇങ്ങനെ അവർക്ക് പെർഫോമൻസ് ചെയ്തതിന് ഉപഹാരം കൊടുക്കുന്നത്. ജനൻ ടി വി മാത്രമേ ഉള്ളൂ അതിന്. അല്ലെ, കലയിൽ പങ്കെടുക്കുന്നവരെ എപ്പോഴും ജനം പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാവും. മതം രാഷ്ട്രീയം നോക്കാതെ കലയാണ്, അത് നമ്മൾ എല്ലാവരും ആസ്വദിക്കണം. ഓക്കെ, അതിനോട് യോജിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് എന്ത് ഉപകാരം കൊടുത്താലും കൂടുതലാവില്ല. ഓക്കെ.